ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നിക്കാഹ് ഹാമ്പേഴ്സിന്റെ മേക്കിംഗ് വീഡിയോസ് ആയിട്ടാണ് കേട്ടോ. സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ വർക്ക് ആണ്, ബട്ട് ലുക്ക് വൈസ് നമ്മൾ ഒന്നും കൂടി ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പർ വർക്ക്സ് ആണ് കേട്ടോ ഇത്. ഈ വർക്കിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് 2 ഡ്രസ്സ് ഹാമ്പേഴ്സ് ആണ്. പിന്നെ ചോക്ലേറ്റ്സിൽ നമുക്ക് ഒരു ടവർ ചെയ്യാനുണ്ടായിരുന്നു. ദെൻ ഒരു ചോക്ലേറ്റ് ബാസ്ക്കറ്റും ആണ് കേട്ടോ ചെയ്യാനുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസ് ട്രോളി അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള സാധനങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നതാണ്. അതിന്റെ ഫ്രണ്ട് പോർഷൻസ് മാത്രം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബൊക്കയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഡ്രസ്സിന്റെ ഹാമ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് ഹാമ്പേഴ്സ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ വുഡ് ബേസ് വരുന്ന ആക്രിലിക് ബോക്സും പിന്നൊന്ന് നമ്മൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു നോർമൽ ബോക്സും ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാസ്ക്കറ്റ് ആണ് കേട്ടോ സെലക്ട് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഹാമ്പർ മൊത്തത്തിൽ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, പിന്നെ വൈറ്റ്, ക്രീം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഹാമ്പറിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ കട്ടൗട്ട്സ് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും നെയിംസ് വെച്ചിട്ടും സ്പെല്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കട്ടൗട്ട്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോ സാധനങ്ങളും നമ്മളെ ഹാമ്പറിലേക്കൊന്ന് ജസ്റ്റ് വെച്ചെടുക്കാം. നമുക്ക് ചോക്ലേറ്റ്സ് ഈ ബാസ്ക്കറ്റിൽ സെറ്റ് ചെയ്യാം കേട്ടോ. താഴെയായിട്ട് നമ്മൾ ലൂസ് ചോക്ലേറ്റ്സ് ആണ് ആഡ് ചെയ്യണത്. ദെൻ അതിന്റെ മുകളിലായിട്ട് നമ്മൾ ബാർ ചോക്ലേറ്റ്സ് ആയിട്ട് സ്നിക്കേഴ്സും ബൗണ്ടീസും ആണ് കേട്ടോ സെറ്റ് ചെയ്യണത്. നമ്മൾ ടാക്കി ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യണത്. നമുക്ക് ചോക്ലേറ്റ് ടവർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ബേസ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയാണ് കേട്ടോ. ഇതുപോലത്തെ 2 ബേസ് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേഗം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ തെർമോക്കോള് കട്ട് ചെയ്തിരിക്കാനൊന്നും പോകണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനത്തെ ബേസ് വാങ്ങിയാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് ചുറ്റിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ് അറേഞ്ച് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. ചോക്ലേറ്റ് ടവറിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഡയറി മിൽക്കും കിറ്റ്കാറ്റും ആണ് കേട്ടോ. പിന്നെ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ വലിയ ഓർഡേഴ്സ് ഒക്കെ എടുക്കുമ്പം നമ്മൾ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സും അവരുടെ ബഡ്ജറ്റും ഒക്കെ ഓക്കെ ആയിട്ട് വേണം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോഴോ ആയിക്കോട്ടെ, നമ്മൾ അതിനൊരു കാൽക്കുലേഷൻ നമ്മൾ ആദ്യം മുൻകൂട്ടി കാണണം കേട്ടോ. ഇന്ന ബഡ്ജറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ എന്തായാലും അത് മസ്റ്റായിട്ട് നോക്കി വെക്കണം. അപ്പോൾ നമ്മൾ ടവർ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് 2 ബേസും കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് 4 സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് അത് താഴേക്ക് ഇറക്കി വെക്കാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്ക് ഈ ഗോൾഡൻ ബോൾസ് പോലെ ഇരിക്കുന്ന ഈ ചോക്ലേറ്റും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ചുറ്റിലുമായിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ആൻഡ് ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സും ബാക്കി ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചോക്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ നെറ്റ് കൊണ്ട് കവർ ചെയ്യാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സെക്യൂർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹാമ്പറിലേക്കൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അലങ്കാര പണിയിലേക്കാണ് പോകാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഫ്ലവർ ബഞ്ചസ് ആണ് യൂസ് ചെയ്യണത്. ഇതിൽ നിന്നൊക്കെ ഫ്ലവറും ലീഫും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോ സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് കളർ കോമ്പിനേഷൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഫ്ലവർ ബഞ്ചസിൻ്റെ കൂടെ തന്നെ നമ്മൾ ബേബി ബ്രത്ത്, പിന്നെ നമ്മളെ ഗോൾഡൻ ബോൾസ്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബഞ്ച് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ് ഇത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. തലേന്ന് തന്നെ ഞാൻ ട്രോളിയിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യാനുള്ളത് ബൊക്കെ ചെയ്യാനും പിന്നെ ഫൈനൽ ടച്ചപ്പായിട്ട് ഇങ്ങനെ ആക്രിലിക് കട്ടൗട്ട്സ് ഒട്ടിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ചെയ്യാനുള്ളത്. പിന്നെ നമ്മളെ ട്രോളിയിലായിരുന്നു അവർ പെർഫ്യൂം വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡ്രസ്സിൻ്റെ ഹാമ്പറിൽ പെർഫ്യൂമും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് വേറെ ലുക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെർഫ്യൂം ഈ ഒരു ഡ്രസ്സ് ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ പിന്നെ ചെയ്തത്. അത് പിറ്റേന്നാണ് ഞാനത് ചെയ്തത്. പിന്നെ ട്രോളിയിലുള്ള ബാക്കി സാധനങ്ങളൊന്നും നമ്മൾ അധികം സെറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. അത് ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ കുട്ടി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് വന്ന് ചോദിക്കാം. കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐഡിയിലൂടെയോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ തീം അനുസരിച്ചിട്ടുള്ള ഒരു ബൊക്കയും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബൊക്കയും ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമ്പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വർക്ക്സ് ചെയ്യാനാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സാപ്പ് നമ്പർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.